പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് സ്ക്വയേഴ്സ് ഗിവൺ ബിലോ 64. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 64ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. അപ്പം 64 സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, 60 + 4 ഹോൾ സ്ക്വയർ അല്ലേ. 60 + 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 60ൻ്റെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് 60 × 4 + 4 സ്ക്വയർ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോക്സിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായത്. 60 സ്ക്വയർ 2 ടൈംസ് 60 × 4 + 4 സ്ക്വയർ. 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 60 × 60. 60 × 60 എന്ന് പറഞ്ഞാൽ 6 6 are 36. ഒരു പൂജ്യത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 0 ഇടണം. ഒരു സീറോൻ്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 2 0. 6 6 are 36. ഒരു സീറോൻ്റെ 2 0 പ്ലസ് 2 × 60 × 4. ആദ്യം നമുക്ക് എന്ത് ചെയ്താൽ 60 × 4 6 4s are 60 × 4 നോക്കാം. 6 4s are 24. അപ്പോൾ 248 അല്ലേ. അപ്പം 240 × 2 എത്രയാണ്? 480. 480 പ്ലസ് 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4. 4 × 4 എന്ന് പറഞ്ഞാൽ 16. നമ്മൾ ആൻസർ എന്ത് വരും? 3600 പ്ലസ് 480 പ്ലസ് 16. 6 9 0 6 + 4 0. റിമൈൻഡർ 1. 3 + 1 4. ആൻസർ 4096. 64ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4096. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 47 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 11 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 47. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 47ൻ്റെ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 40 പ്ലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 40 + 7 ഹോൾ സ്ക്വയർ. 40 + 7 ഹോൾ സ്ക്വയർ. അപ്പോൾ 40 + 7 ഹോൾ സ്ക്വയർ നേരത്തെ ചെയ്ത പോലെ എങ്ങനെയായിരിക്കും? 40ൻ്റെ സ്ക്വയർ പ്ലസ് 2 × 40 × 7 പ്ലസ് 7 സ്ക്വയർ. നമ്മൾ ബോക്സ് മെത്തേഡിൽ കൂടി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 40 സ്ക്വയർ അതായത് 40 × 40 അല്ലേ, പ്ലസ് 2 × 40 × 7 പ്ലസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 × 7. 4 4s are 16. 2 0. പ്ലസ് 2 × 40 × 7. ഇപ്പോൾ എത്ര വരും? 5 4 7s are 28. 28 + 2 56. അപ്പോൾ 560 പ്ലസ് 49 എല്ലാം കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1600 പ്ലസ് 560 പ്ലസ് 49 9 0 അല്ലേ. 6 + 4 10 ആണ്. 10ന് 0 റിമൈൻഡർ 1. അപ്പോൾ 6 + 5 11 + 1 12. 1 + 1 2. 2209 ആണ് 47ൻ്റെ സ്ക്വയർ. 2209. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 35 സ്ക്വയർ. 35ൻ്റെ സ്ക്വയർ അല്ലേ, സ്ക്വയർ ഓഫ് 35. 35 സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 30 + 5 ഹോൾ സ്ക്വയർ അല്ലേ. ഇതിനെന്ത് എഴുതാൻ പറ്റും നമുക്ക്? 30 സ്ക്വയർ പ്ലസ് 2 × 30 × 5 പ്ലസ് 5 സ്ക്വയർ. ഇപ്പോൾ 30ൻ്റെ സ്ക്വയർ എത്രയാണ്? 900 പ്ലസ് 2 × 30. 2 × 30 എന്ന് പറഞ്ഞാൽ 60. 60 × 5 300 പ്ലസ് 5 5s are 25. എത്ര കിട്ടും ആൻസർ? എല്ലാം കൂടി ആഡ് ഓൺ ചെയ്യുമ്പം 1225. 35ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1225. 53. നമുക്ക് 53 സ്ക്വയർ എങ്ങനെ ചെയ്യുന്ന നോക്കാം. 53 സ്ക്വയർ ഈക്വൽ ടു 50 + 3 ഹോൾ സ്ക്വയർ.
That's equal to 50 square plus 2 into 50 into 3 plus 3 square. 15ന്റെ സ്ക്വയർ 5 5s are 25. ഒരു സീറോൻ്റെ സ്ക്വയർ 2 സീറോ. അപ്പോൾ 2500 പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 3. 2 ഇൻറ്റു 50 എത്രയാണ്? 100. 100 ഇൻറ്റു 3 എത്രയായിരിക്കും? 300 അല്ലേ? പ്ലസ് 3 സ്ക്വയർ 3 ഇൻറ്റു 3. 3 3s are 9. ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 2500 പ്ലസ് 300 പ്ലസ് 9. 0 പ്ലസ് 0 പ്ലസ് 9 9. 0 പ്ലസ് 0 0. 5 പ്ലസ് 3 8. റിമൈൻഡറുടെ ഒന്നുമില്ല. അപ്പം 2809 കിട്ടും ആൻസർ. 2809. അപ്പോൾ 53ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2809 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 88. സ്ക്വയർ ഓഫ് ദി 88. അപ്പോൾ 88ൻ്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? 88 സ്ക്വയർ ഈക്വൽ ടു 80 പ്ലസ് 8 ഹോൾ സ്ക്വയർ അല്ലേ? 80 പ്ലസ് 8 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 18ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 80 ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ. 18ൻ്റെ സ്ക്വയർ 64 കിട്ടിയിട്ട് 2 0 ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 18ൻ്റെ സ്ക്വയർ കിട്ടി. 2 ഇൻറ്റു 80 ഇൻറ്റു 8 അത് എത്ര കിട്ടും? 1000. 260 അല്ലേ? അടുത്തത് 8ൻ്റെ സ്ക്വയർ 64. എത്രയാണ്? 60 അല്ല 80 ആണ്. 1280 എല്ലാം കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ പ്ലസ് 1280 പ്ലസ് 64. 4 റിമൈൻഡർ 1. 4 പ്ലസ് 2 6 പ്ലസ് 1 7. 6 പ്ലസ് 1 7. 7744 ആണ് ആൻസർ. അപ്പം 88ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 7744. ക്ലിയർ അല്ലേ?